മക്കളെ, നമ്മളുടെ ക്ലാസ് 8 ബയോളജിയിൽ നിന്ന് ഡിസംബർ 9-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കേണ്ടാത്തത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? മിസ് ആ ഒരു സംഭവം പറഞ്ഞു തരാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ടോട്ടൽ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾക്ക് എക്സാമിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ, സെൽ ക്ലസ്റ്റേഴ്സ്, ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ്, വൈ ക്ലാസിഫിക്കേഷൻ, ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റൻസ്, ഇത്രയും ചാപ്റ്റർ ആണല്ലോ ഉള്ളത്. മിസ് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നോളജിനെ നിങ്ങൾ എത്ര റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഔട്ട് ഓഫ് 10 നിങ്ങളിപ്പോൾ അത്യാവശ്യം നല്ലോണം പഠിച്ചെങ്കിൽ ഒരു 9 ഔട്ട് ഓഫ് 10 അല്ലെങ്കിൽ 10 ഔട്ട് ഓഫ് 10. ഇനി വലിയ കുഴപ്പമില്ലാണ്ട് പഠിച്ചു എന്നാണെങ്കിൽ ഒരു 6 ഔട്ട് ഓഫ് 10, തീരെ പഠിച്ചില്ല എന്നാണെങ്കിൽ ഒരു 3 ഔട്ട് ഓഫ് 10, അങ്ങനെയൊക്കെ നമ്മൾ ഇടില്ലേ. അപ്പോൾ ഒരു ഔട്ട് ഓഫ് 10 നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കെയിൽ എന്താണെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. മിസ്സിനൊന്ന് ജസ്റ്റ് അറിയാനാണ്, നിങ്ങൾക്കും അപ്പോൾ ഒരു നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റത്തെ 2 ചാപ്റ്റർ ഇത് നമ്മൾ എന്തിനാണ്, നമ്മൾ ഓണം എക്സാമിന് പഠിച്ച ചാപ്റ്റേഴ്സാണ്. പക്ഷേ ഇത് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ എന്താണ്, വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ അതിനകത്ത് നിന്ന് വരുള്ളൂ. സോ നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ആണ് ഇത് എന്നുള്ളത് കൊണ്ട് എന്താ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിനൊന്ന് സൈഡാക്കി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് മിസ് ഇതിനെ ഒരു ബ്ലൂ കളറിൽ കൊടുത്തത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരും, പക്ഷെ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടും നമുക്ക് എന്താണ് വളരെ കുറച്ച് ചോദ്യങ്ങളാണ് അതിനകത്ത് നിന്ന് വരുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ ഒരു മീഡിയം ടോണിൽ പിടിക്കാം. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലെറ്റ്സ് റീഗെയിൻ ആ ഫീൽഡ്സും അതേപോലെ വൈ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, വീണ്ടെടുക്കാം വിളനിലങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ തരം തിരിക്കുന്നത് എന്തിന്. ഈ 2 ചാപ്റ്റേഴ്സ് മക്കളെ, മിസ് അതുകൊണ്ടാണ് ഇത് റെഡിൽ കൊടുത്തത്. ഇത് രണ്ടും നമ്മൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചിട്ടേ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഈ 2 ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. സോ ഈ 2 ചാപ്റ്ററാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഈ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് പഠിച്ച സമയം കളഞ്ഞ് ഇതിനധികം സമയം കൊടുക്കാതെ വന്നാൽ തെറ്റി. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര മാർക്ക് കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, നല്ലപോലെ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ തന്നെ എന്താവും, നമുക്കൊരു പരിധി വരെ നല്ലൊരു മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. നല്ലോണം എല്ലാം കവർ ചെയ്ത് അന്നൊന്ന് പഠിച്ച കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്, ഇനി ബാക്കിയുള്ള ദിവസങ്ങളേ ഉള്ളൂ, അതിൽ പഠിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ട ചാപ്റ്റർ ഇത് 2ആണ്. കാരണം നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 2 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റൻസ്. നമ്മുടെ സ്കീം ഓഫ് വർക്ക് അനുസരിച്ച് ഈ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച് അവേഴ്സാണ് നമുക്ക് എക്സാമിന് മുന്നേ ആയിട്ട്. നമ്മൾ ഡിസംബർ 9 നമ്മൾ എക്സാം നടക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ വരെയൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളത്. ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ എന്നാലും ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ് വരെയൊക്കെയാണ് ചോദിക്കാൻ തന്നെ ചാൻസ് ഉള്ളൂ, എന്നാലും അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറവായിരിക്കും. അപ്പോൾ ഇതിനെ നിങ്ങൾ ലാസ്റ്റ് ഓപ്ഷൻ ആക്കി വെക്കുക. വളരെ കുറച്ചല്ലേ പഠിക്കാനുള്ളൂ, അത് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യുക, അതിനുശേഷം ഈ 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബയോളജിയിൽ A+ ഉണ്ടാവും. ഓക്കെ, അത് മിസ്സിൻ്റെ വാക്കാണ്. റെഡി? അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് ഇനി എങ്ങനെ കിട്ടും, എങ്ങനെ പഠിക്കും എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ ചാനൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സസും ഞാനും ഫാസിൽ സാറും നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, ഈ ചാപ്റ്റേഴ്സുകളൊന്നും നിങ്ങൾക്ക് ഇനി കിട്ടാതെ വരില്ല. എക്സാം വരെ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് എന്താവും, പക്കയാവും. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമാണ്, ഈ 2 ചാപ്റ്റേഴ്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എക്സാമിന് A+ കിട്ടും എന്ന് എന്ത് ചെയ്യുക, ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക, ജസ്റ്റ് അത്രയും ഒന്ന് വലിയ കമൻ്റ് ഒന്നും ഇടണ്ട, A+ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മളുടെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും അറിയട്ടെ നമ്മൾ ഏത് ചാപ്റ്ററാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒന്നിച്ച് വാരി പഠിച്ചിട്ട് കാര്യമില്ല, എന്താണോ പഠിക്കേണ്ടത് അത് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ പ്ലീസ് കമൻറ്റ് A+.